കാറ്റ്ലിയയും ഓൺസീഡിയം ഓർക്കിഡുകളും ലോകത്തിലെ ഏറ്റവും മനോഹരവും അതുല്യവുമായ 2 സസ്യങ്ങളാണ്. ഈ ഓർക്കിഡുകൾക്ക് മറ്റ് ചില സസ്യങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്, പക്ഷേ പ്രതിഫലം വിലമതിക്കുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ചില പരിചരണ നുറുങ്ങുകളിലൂടെ നിങ്ങളുടെ കാറ്റ്ലിയയും ഓൺസീഡിയം ഓർക്കിഡുകളെയും ആരോഗ്യത്തോടെ നിലനിർത്തുവാനും വരും വർഷങ്ങളിൽ പൂവിടാനും കഴിയുന്നതാണ്. കാറ്റ്ലിയകളെയും ഓൺസീഡിയം ഓർക്കിഡുകളെയും പരിപാലിക്കുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഓർക്കിഡുകൾക്ക് ഇടത്തരം മുതൽ തെളിച്ചമുള്ള പരോക്ഷമായ പ്രകാശമാണ് ആവശ്യമുള്ളത്. അതിനാൽ ധാരാളം വെള്ളം ലഭിക്കുന്നതും എന്നാൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്തതുമായ ഒരു സ്ഥലത്താണ് ഇവയെ സ്ഥാപിക്കേണ്ടത്. നനച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഇവയെ ജലാംശം നിലനിർത്തുന്നതിനും അമിതമായി നനയ്ക്കാതിരിക്കുന്നതിനും ഇടയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് പ്രധാനമാണ്. ഈ ഓർക്കിഡുകൾ വരണ്ട വശത്ത് സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. അതിനാൽ തന്നെ നനയ്ക്കുന്നത് ഇടയിൽ പോട്ടിംഗ് മിശ്രിതം ചെറുതായി ഉണങ്ങാൻ അനുവദിക്കേണ്ടത് പ്രധാനമാണ്. നന്നായി നനച്ച ശേഷം അധിക വെള്ളം ഒഴുകിപ്പോകാൻ അനുവദിക്കുന്നതിലൂടെ ഇത് നേടാനാകും. ഈ ഓർക്കിഡുകൾ ആരോഗ്യകരമായി പൂക്കുന്നതും നിലനിർത്തുന്നതിനും പതിവായി വളം നൽകേണ്ടതുണ്ട്. ഓർക്കിഡുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സമീകൃത വളം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളരുന്ന സീസണിൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും വളപ്രയോഗം നടത്തേണ്ടതുണ്ട്. ഇടത്തരം മുതൽ തെളിച്ചമുള്ള പരോക്ഷ പ്രകാശമാണ് ഇവയ്ക്ക് ആവശ്യമുള്ളത്. ധാരാളം വെള്ളം ലഭിക്കുന്നതും എന്നാൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്തതുമായ ഒരു ജാലകത്തിന് സമീപം വയ്ക്കുന്നതിലൂടെ ഇത് നേടാനാകും. അനുയോജ്യമായ ഊഷ്മളമായ താപനിലയും അവർ ഇഷ്ടപ്പെടുന്നവയാണ്. ഈ ഓർക്കിഡുകൾ പെട്ടെന്നുള്ള താപനില മാറ്റങ്ങളിലേക്കോ ഡ്രാഫ്റ്റുകളിലേക്കോ തുറന്നു കാട്ടുന്നത് ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്, കാരണം ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്തും. ഇവയുടെ റീപോട്ടിംഗ് കാര്യത്തിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റീപോട്ട് ചെയ്യുന്നത് അവയുടെ പരിചരണത്തിൻ്റെ ഒരു ഭാഗമാണ്, കാരണം ഇത് പോട്ടിംഗ് മിശ്രിതം പുതുക്കാനും വേരുകൾക്ക് വളരാൻ കൂടുതൽ ഇടം നൽകാനും നിങ്ങളെ അനുവദിക്കുന്നു. ഈ ഓർക്കിഡുകൾ ഓരോ 1-2 വർഷത്തിലും റീപോട്ട് ചെയ്യണം, അല്ലെങ്കിൽ പോട്ടിംഗ് മിശ്രിതം തകരുകയും വേണ്ടത്ര ഡ്രൈനേജ് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ. റീപോട്ടിംഗ് ചെയ്യുമ്പോൾ ഓർക്കിഡുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. നിലവിലെ പാത്രത്തേക്കാൾ അല്പം വലിപ്പമുള്ള പാത്രങ്ങളാണ് തിരഞ്ഞെടുക്കാൻ നല്ലത്. എന്നാൽ ഇത് വളരെ വലുതല്ലാത്തതിനാൽ അത് അമിതമായി നനയ്ക്കാൻ ഇടയാക്കും. ചെടിയുടെ നിലവിലെ പാത്രത്തിൽ നിന്ന് ശ്രദ്ധാപൂർവം നീക്കം ചെയ്യുക. പുതിയ കലത്തിൽ വയ്ക്കുന്നതിന് മുമ്പ് പിണഞ്ഞിരിക്കുന്ന വേരുകൾ സൗമ്യമായി അഴിക്കുക. കാറ്റ്ലിയ ഓൺസീഡിയം ഇവ ക്രമീകരിക്കുമ്പോൾ അവയുടെ തനതായ വളർച്ചാ രീതികളും ശീലങ്ങളും മനസ്സിൽ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. കാറ്റ്ലിയ ഓർക്കിഡുകൾക്ക് ഉയരവും നിവർന്നതും വളരുന്നതും പ്രവണതയുണ്ട്. അതേസമയം ഓൺസീഡിയം ഓർക്കിഡുകൾക്ക് കൂടുതൽ വിശാലമായി വളരുന്ന ശീലമാണുള്ളത്. വ്യത്യസ്ത തരം ഓർക്കിഡുകൾ സംയോജിപ്പിച്ച് അതിശയകരമായ ഒരു ക്രമീകരണം സൃഷ്ടിക്കുന്നത് ദൃശ്യപരമായ രസകരമായ ഒരു ഡിസ്പ്ലേ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ഈ വ്യത്യാസങ്ങൾ ഉപയോഗിക്കാം. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഇനി ഞാൻ വരും. അതുവരെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രാർത്ഥനയോടെയും ഇരിക്കുക.